എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നാണെന്നറിയാം, നമ്മളെപ്പോഴും മധുരം തിന്നുമ്പോൾ നമുക്കൊരു എരി തിന്നണമെന്ന് തോന്നും. എരി തിന്നുമ്പോൾ മധുരം തിന്നണമെന്ന് തോന്നത്തില്ലേ? അതുപോലത്തെ ഒരു ടേസ്റ്റ്. അത് ആ ഹണിയുടെ ആ ടേസ്റ്റും ആ മധുരവും കൂടെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഹലോ, ലിവർപൂൾ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ ഫുഡിൻ്റെ വ്ളോഗാണ് ഇട്ടിരുന്നത്. അത് പലരും ട്രൈ ചെയ്തു, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും പ്രത്യേകിച്ച് ലിവർപൂൾ ട്രാവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഫുഡിൻ്റെ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ ഗ്രിൽഡ് വിത്ത് ഹണി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലായത് എന്തോ ഹണി ചിക്കൻ ഗ്രില്ലിനകത്ത് പിന്നെ ചേർക്കാൻ പറ്റുമോ? അതെ, പറ്റും. നല്ല സൂപ്പർ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നിരിക്കുന്നത്. കാരണം ഈ ഗ്രില്ല് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വൈകിട്ടത്തെ ആഹാരമോ 4 മണിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പറ്റിയ നല്ലൊരു ഫുഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഗ്രില്ല്. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ഇതിന് എന്തൊക്കെ ചേർക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് ഞാൻ ഇതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ ചിക്കൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് നമ്മൾ ഒരിക്കലും ഗ്രില്ല് ചെയ്യാൻ എടുക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും അതിൻ്റെ തൊലി കളയരുത്. തൊലി കഴിഞ്ഞാൽ ചിക്കൻ ഗ്രില്ലിന് അത് കൊള്ളത്തില്ല. അത് ഞാൻ നല്ലതായിട്ട് കഴുകി നല്ല ഇങ്ങനെ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ വറ്റലമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, തൈര്, പിന്നെ ലെമണ്, പിന്നെ ഹണി. ഇത്രയുമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഈ വെറ്റിലമുളക് സാധാരണ ഞാൻ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെറ്റിലമുളക് ഇന്ന് ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട, നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ഉള്ളിയും പിന്നെ വെറ്റിലമുളകും കൂടെ ഒരുമിച്ച് നല്ലതായിട്ട് മിക്സിക്കകത്ത് തൈര് ഉപയോഗിച്ച് നല്ലതായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ചിക്കനകത്ത് നല്ലതായിട്ട് പുരട്ടണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് പിടികിട്ടാതെ വരും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ദയവായി ഇത് കാണുക. അപ്പോൾ ഞാനിതെല്ലാം കൂടെ അരച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം ഞാൻ മിക്സി ജാറിനകത്ത് നമ്മൾ അരയ്ക്കാനുള്ള എല്ലാം ഇട്ടു. ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇത് അരച്ചിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ ലെമണ് ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ച് നല്ല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, വറ്റലമുളക് ഇടുന്നതുകൊണ്ടാണ് ചുമല കളർ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് കളറായിട്ടിരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം. ഞാൻ പേഴ്സണലി ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇച്ചിരി എരിവ്, അവരവരുടെ എരിവ് അതിൻ്റെ അനുസരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് ചിക്കനകത്തോട്ട് ഇട്ടിട്ട് നാരങ്ങാനീരൂടെ പിഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പം ഇതിനകത്ത് അതൊഴിച്ചു. പിന്നെ നമ്മുടെ ഈ നാരങ്ങ ഇതുകൂടെ നമ്മളൊന്ന് പിഴിഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുവാണേ. ഞാൻ അരപ്പിൻ്റെ കൂടെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ഉപ്പിട്ടാൽ ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് മാറിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇത് അറ്റ്ലീസ്റ്റ് നമ്മൾ 2 hours എങ്കിലും നമ്മൾ ഈ മാറിനേറ്റ് ചെയ്ത് ഈ സംഭവം വെക്കണം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ നല്ലതായിട്ട് അടച്ച് പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിത് അടച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ഗ്രില്ല് വെക്കാം.
അപ്പോൾ ഞാൻ പിന്നെ ഗ്രില്ല് എങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ അന്നേരം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ പിന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ പിന്നെ വെച്ചിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ലിനകത്തോട്ട് കയറ്റണം. അതിനു മുമ്പായിട്ട് പലരും എന്നോട് കഴിഞ്ഞ ഫിഷ് ഗ്രില്ല് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു പിന്നെ എത്ര പിന്നെ ഗ്രില്ല് പിന്നെ പ്രീ ഹീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ നോർമലി 200-ൽ ഒരു 10 മിനിറ്റ്സാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതുപോലെ എൻ്റെ ഈ പിന്നെ ഗ്രില്ലിനാണെങ്കിൽ പിന്നെ ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ ഹീറ്റ് ആയി കഴിയുമ്പോൾ ഈ 200 വെച്ച് അതിൻ്റെ ആ കറക്റ്റ് ലെവലായി കഴിയുമ്പോൾ ആ ലൈറ്റ്സ് ഓഫ് ആകാറുണ്ട്. പക്ഷേ നിങ്ങൾ 10 മിനിറ്റ്സ് 200-ൽ വെച്ച് കഴിയുമ്പോൾ അത് നോർമൽ നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ട സമയമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്നുള്ളതും കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അപ്പോൾ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇവനയിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഗ്രില്ലിനകത്തോട്ട് പോകാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അതായത് ഞാൻ ഇതുപോലെ തന്നെ 200-ൽ പിന്നെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. 200-ൽ ഞാനൊരു ആദ്യം ഒരു ഹാഫ് ആൻ അവറാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ നമുക്ക് കയറ്റാൻ ഇത് ഗ്രില്ലിനകത്തോട്ട് ഈ ചിക്കൻ വെക്കാൻ പോവാം. വെച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കനെല്ലാം ഞാനിവിടെ നമുക്ക് റെഡിയാക്കി നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഹണി എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന്. അതാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഈ ഹണി എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. എന്നാൽ നമുക്കിത് ഗ്രില്ലിനകത്തോട്ട് കയറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സൈഡ് ഈ രീതിയിലായി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ഒരു ഹാഫ് ആൻ അവറോടെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതൊന്ന് തിരിച്ചിട്ടു. ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ 1 അവർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇതാണ് ഇപ്പം നമ്മൾ ഫുള്ളി ഗ്രിൽഡായി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അടുത്തൊരു ഇങ്ങനൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുക. ഇത് രണ്ടും നമുക്ക് ഗ്രില്ലിനകത്ത് തിരിച്ച് വെക്കാൻ പറ്റുന്ന 2 പാത്രങ്ങളാണ്. ഇതിനകത്തോട്ട് ഞാൻ ഇത് ഈ ചിക്കൻ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ ഞാൻ ഹണിയും കൊണ്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഇത് 2 പ്ലേറ്റിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ഹണി ഇതിനകത്ത് പുരട്ടും. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷ് ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹണി ഇതിനകത്ത് രണ്ടിനകത്ത് പുരട്ടിയിട്ട് ഇതൊരു 5 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് ആ ഗ്രില്ലിനകത്ത് തന്നെ തിരിച്ചു വെക്കും. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അതിനകത്തോട്ട് തന്നെ തിരിച്ചു വെച്ചിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പുരട്ടി നോക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ 2 സൈഡിലും അപ്പുറവും ഇപ്പുറവും നല്ലതായിട്ട് ഹണി പുരട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് ഹണി രണ്ടിനകത്തും പുരട്ടി നല്ല 2 സൈഡിലും നല്ലതായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെയിം ഒരു 5 മിനിറ്റ്സ് ഇത് നമ്മൾ ആ സെയിം ടെമ്പറേച്ചറിൽ ഒരു 5 മിനിറ്റ്സ് ഇത് നമ്മൾ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കും. തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള നല്ല റെഡിയായിരിക്കും. നമുക്ക് ഇത് ഗ്രില്ലിനകത്ത് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം.
ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്രില്ലിനകത്തോട്ട് കയറ്റി വെച്ചു. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെയിം ടെമ്പറേച്ചറാണ് എല്ലാം. ഇത് നമ്മൾ അടച്ചു. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഹണി 5 മിനിറ്റ്സ് ഹീറ്റ് ചെയ്തിട്ട് എടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്തോ ആണെന്നുള്ളത്. ഓക്കെ, ഞാനെന്നാൽ ഇതൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ, നമ്മളെപ്പോഴും മധുരം തിന്നുമ്പോൾ നമുക്കൊരു എരി തിന്നണമെന്ന് തോന്നും. എരി തിന്നുമ്പോൾ മധുരം തിന്നണമെന്ന് തോന്നത്തില്ലേ? അതുപോലത്തെ ഒരു ടേസ്റ്റ്. അത് ആ ഹണിയുടെ ആ ടേസ്റ്റും ആ മധുരവും കൂടെ വരുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിക്കണം. നല്ല സുന്ദരനൊരു ഡിഷാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ ഒന്ന് വിളിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല സംഭവമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. ഓക്കെ എന്നാൽ നമ്മുടെ ഫാമിലി വന്ന് കഴിക്കട്ടെ, നമുക്ക് നോക്കാം. That's amazing. Oh wow, that's so good. Very nice. That's so good. Really good. തേനിൻ്റെ മധുരവും എരിയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല രസമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല രസമുണ്ട്. Yeah. Very good. Yes, really good. അപ്പോൾ ഞാൻ എൻ്റെ ഡെലീഷ്യസ് ഗ്രിൽഡ് ചിക്കൻ വിത്ത് ഹണി ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ ഹണി ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. ശരിക്കും നല്ല ഒരു ഡിഷാണ് ഇത് നമുക്ക് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കമൻറ്റ്. അത് കമൻറ്റ് കാണുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഞാനിപ്പം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ പന്നലാണോ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പോഴേ അടുത്ത ഒരു പുതിയ അടിപൊളി ഫുഡ് വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്. ബൈ.